जयो कुंज बिहारी जयो राधा माधव जयो कुंज बिहारी जयो गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुनतीरवनचारी जयो कुंज बिहारी जयो यमुनतीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे जयो जगन्नाथ जगन्नाथ बलदेवा देव सुभद्रा जयो जगन्नाथ देव जगन्नाथ देव सुभद्रा जय कृष्ण बलराम जय कृष्ण बलराम बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम बलराम जय कृष्ण बलराम जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय जय प्रभुपाद 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 जय जय प्रभुपाद 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 जय जय प्रभु जय जय गुरु 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 जय जय गुरु जय गुरु हरिनाम संकीर्तन महायज्ञ की जय। ग्रंथराज श्रीमद् भागवतम भगवद्गीता पठन यज्ञ की जय। श्रीला प्रभुपाद की जय। श्रील गुरुदेव की जय। गौर ब्रह्मानंदे हरि ओम नमो भगवते वासुदेवाय 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 ओम नमो भगवते वासुदेवाय। हरे कृष्णा।
പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം 1-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം അതിൽ 1, 2, 5-ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ശ്ലോകം ഒന്ന് വായിക്കാം, എന്നിട്ട് പുറപ്പെട്ടും വായിക്കാം. ധർമ്മ പ്രോചിത കൈതവോ അത്ര പരമോ നിർമാസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരാ സത്യോ ഹൃദ്യവരുത്യതേ അത്ര കൃത്തിഭിഃ ശുശ്രൂഷുഭിഃ തത്ക്ഷണാ എന്നുള്ള ഈ മനോഹരമായ ഈ ശ്ലോകത്തിൽ വിവർത്തനം ഇതാണ്. ഭൗതിക പുരോഗതിയെ ലക്ഷ്യം വച്ചിട്ടുള്ള ധർമ്മകർമ്മങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി നിർമ്മല ഹൃദയരായ ഭക്തർക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്ന വിധം പരമസത്യത്തെ ഭാഗവത പുരാണം പ്രതിപാദിക്കുന്നു. ഏവരുടെയും ക്ഷേമ താല്പര്യാർത്ഥം യഥാർത്ഥത്തെ മിഥ്യയിൽ നിന്നും വേർതിരിക്കുന്ന ശ്രേഷ്ഠമായ ഉണ്മയാണ് പരമസത്യം. ആ സത്യം ജനിമൃത്യു നിർഭരമായ ത്രിവിധ ക്ലേശങ്ങളെയും ഉന്മൂലനം ചെയ്യും. മുനിശ്രേഷ്ഠനായ വ്യാസദേവനാൽ രചിക്കപ്പെട്ട മനോജ്ഞ ഗംഭീരമായ ഈ ശ്രീമദ് ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തം ആണ്. ആകയാൽ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? ഭാഗവത മഹാത്മ്യത്താൽ സവിനയത്തോടെ സശ്രദ്ധമായി ഭാഗവത സന്ദേശം ശ്രവിക്കുന്ന ഒരാളുടെ മനസ്സിൽ തൽക്ഷണം ഭഗവാൻ വാസമുറപ്പിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം. ഇതിൽ ശ്രീല പ്രഭുപാദരുടെ പർപ്പട്ടിൽ ഭാവാർത്ഥത്തിൽ 5-ാമത്തെ പാരഗ്രാഫ് മുതലാണ് ഇന്നത്തെ ക്ലാസ്. അത് ഞാൻ വായിക്കാം, ഭക്തമായി ശ്രദ്ധയോടെ കേൾക്കുക. തത്വത്തിൽ നിന്ന് വേറിട്ട് യാതൊന്നും ഇല്ല. അതേസമയം ശക്തികളൊക്കെ തത്വത്തിൽ നിന്നും വിഭിന്നമാണ്. ഈ സംപ്രത്യയം വിരുദ്ധാർത്ഥകമല്ല. ഏകകാലത്തെ ഏകവും ഭിന്നവുമായ വേദാന്ത സൂത്ര ദർശനം ജന്മാദസ്യ എന്ന് ആരംഭിച്ചിരിക്കുന്ന സൂത്രത്തെ ശ്രീമദ് ഭാഗവതം സ്പഷ്ടമായി പ്രഖ്യാപനം ചെയ്യും. ഭഗവാന്റെ ശക്തി ഏകകാലമായി ഭഗവാനുമായി വിഭക്തവും അതേസമയം ഭഗവാനിൽ നിന്നും വിഭിന്നവുമാണെന്ന ജ്ഞാനം ഭഗവാന്റെ ശക്തി നിരപേക്ഷമാണെന്ന് സ്ഥിരീകരിക്കാൻ പ്രയത്നിക്കുന്ന മാനസിക വിവക്ഷമാർക്കുള്ള ഉത്തരമാകും. ഈ ജ്ഞാനം പരമാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ അദ്വൈത ദ്വൈത സിദ്ധാന്തങ്ങൾ അപൂർണങ്ങളാണെന്ന് ദർശിക്കുന്നു. ഏകകാലത്തെ ഏകവും വിഭിന്നവുമാണെന്ന തത്വത്തിൽ അധിഷ്ഠിതമായ അതീന്ദ്രിയ അവബോധ വികാസനം ഒരാളെ തൽക്ഷണം തന്നെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. ശരീരം, മനസ്സ് എന്നിവ മുഖാന്തിരം ആവിർഭവിക്കുന്ന ക്ലേശങ്ങൾ, മറ്റു ജീവസത്തകളാൽ ഏൽപ്പിക്കപ്പെടുന്ന പീഡന ക്ലേശങ്ങൾ, നിയന്ത്രണം അസാധ്യമായ പ്രകൃതി ദുരന്തങ്ങളാൽ ഉളവാകുന്ന ക്ലേശങ്ങൾ എന്നിവയാണ് ത്രിവിധ ക്ലേശങ്ങൾ. ഭഗവാനിൽ ശരണം പ്രാപിക്കുന്ന ഭക്തനിലാണ് ഭാഗവത ആരംഭം. പരിപൂർണനുമായി തദാത്മ്യം പ്രാപിക്കുന്നുവെന്ന് മാത്രമല്ല, ഭഗവാന്റെ ശാശ്വത സേവകനാണ് താനെന്ന പൂർണ്ണ ബോധവും ഉണ്ടായിരിക്കണം. ഭൗതിക സംപ്രത്യയത്തിൽ തന്നെ ആശ്രയിക്കുന്ന സർവരുടെയും ഭഗവാനാണ് താനെന്ന് സ്വയം തെറ്റിദ്ധരിക്കുമ്പോൾ ജീവിതത്തിൽ സദാ ത്രിവിധ ഭൗതിക ക്ലേശങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ അതീന്ദ്രിയ സേവകരാണെന്ന തന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്ന ഉടൻ തന്നെ ഭക്തൻ എല്ലാവിധ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നും സ്വതന്ത്രനായി തീരും. ഭൗതിക പ്രകൃതിയെ അധീനതയിലാക്കാൻ പരിശ്രമിക്കുന്നിടത്തോളം കാലം ജീവസത്ത പരമപുരുഷന്റെ സേവകനായി തീരുന്നതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല.
ശുദ്ധ അവബോധത്തിൽ ആത്മീയ അനന്യതയിലാവണം ഒരാൾ ഭഗവത് സേവനം നിർവഹിക്കേണ്ടത്. ഭഗവത് സേവനത്താൽ ഒരാൾ തൽക്ഷണം തന്നെ ഭൗതിക പ്രതിബന്ധങ്ങളിൽ നിന്നും സ്വതന്ത്രനാകും. ശ്രീമദ് ഭാഗവതം വേദാന്ത സൂത്രത്തിന്റെ വ്യാസദേവ വ്യാഖ്യാനം ആണ്. ശ്രീ നാരദ കൃപയാൽ ആത്മീയ പരിപക്വമടഞ്ഞ വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാകുന്നു ശ്രീമദ് ഭാഗവതം. പരമദിവ്യോത്തമ പുരുഷനായ നാരായണന്റെ നിയോഗ അവതാരമാകുന്നു ശ്രീ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. മറ്റെല്ലാ വേദ സാഹിത്യങ്ങളുടെയും ശ്രീമദ് ഭാഗവത അഭ്യാസനത്തിന് ശ്രീല വ്യാസദേവൻ ശുപാർശ ചെയ്യുന്നു. ദേവന്മാരെ ആരാധിക്കേണ്ട വ്യത്യസ്ത മാർഗങ്ങളും മറ്റും പുരാണങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. എന്നാൽ പരമപുരുഷനായ ഭഗവാനെ പ്രതിപാദിച്ചിരിക്കുന്നത് പരിപൂർണ ശരീരവും ഭാഗങ്ങളും ആകുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്ന പക്ഷം മറ്റു ദേവന്മാരെ ആരാധിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ. തൽക്ഷണം തന്നെ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവത് ഹൃദയത്തിൽ സന്നിവേശിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവതത്തെ പരിപൂർണവും കുറ്റമുറ്റവുമായ പുരാണമായി പരാമർശിച്ചിരിക്കുന്നതിനാൽ ശ്രീമദ് ഭാഗവതം മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നവുമാണ്. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹനലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗരിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യ ദേശാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമഃ ഓം വിഷ്ണുദായ കൃഷ്ണപ്രഷ്ടായ വദരേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി ദിനാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസ്മേതസേ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപയാൽ നമ്മൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ ശ്ലോകത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നു. അതിൽ 5ാമത്തെ പാരഗ്രാഫാണ് ഇന്നു മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് 5, 6, 7 എന്നിങ്ങനെയുള്ള 3 പാരഗ്രാഫാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ഒരു ക്ലാസ്സോട് കൂടി 2ാമത്തെ ശ്ലോകം തീരുന്നതാണ്. അപ്പോ ഇന്ന് ശരിക്കും ഷെഡ്യൂൾ പ്രകാരം മറ്റൊരു ഡ്യൂട്ടിയുടെ ക്ലാസ് ആണ്. പല ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വരാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് പകരം വന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കൃപയാൽ നമ്മുടെ ഭക്തന്മാര് കഴിഞ്ഞ മാസം മുതൽ എല്ലാ ദിവസവും നിത്യം ഭാഗവത സേവ എന്ന് പറഞ്ഞ് വളരെ മനോഹരമായി ഈ ക്ലാസ് എടുക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഭക്തന്മാരെല്ലാവരും വരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. അപ്പോ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് ഭാഗവത്തിൽ തന്നെ പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
മറ്റ് ഏത് പുരാണവും ആവശ്യമില്ല എന്ന് ഭാഗവതത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാഗവതം ഉണ്ടെങ്കിൽ മറ്റൊരു പുരാണവും ആവശ്യമില്ല, മറ്റൊരു ശാസ്ത്രവും ആവശ്യമില്ല. ഭാഗവതം ഉണ്ടല്ലോ, പിന്നെ എന്തിന് മറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദനം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോ ഇത് മാത്രം മതി എന്ന് പറയുന്നത് ശരിയാണോ? ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ അഹം തോ സർവപാപേഭോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവ ധർമ്മങ്ങളും പരിത്യജിച്ച് എന്നെ മാത്രം, അതാണ് എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ഞാൻ നിന്റെ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം, ഭയപ്പെടേണ്ട. അവിടെ എന്തുകൊണ്ട് എന്നെ മാത്രം എന്ന് പറയുന്നു? അതേപോലെ എന്തുകൊണ്ട് ഇന്നത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ മറ്റു ഒന്നിന്റെയും ആവശ്യമില്ല? അത് അങ്ങനെ പറയുകയാണെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം, ആ കാരണം എന്തെന്ന് വെച്ചാല് വേദവ്യാസൻ ഭഗവാന്റെ തന്നെ ശക്തിവേഷ അവതാരം. ഈ ശക്തിവേഷ അവതാരമായിരുന്ന ഈ വേദവ്യാസൻ, അദ്ദേഹം ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. എന്താണ് ആ നന്മയ്ക്കുള്ള കാര്യം? കാരണം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം വരെ ആൾക്കാർക്ക് ഹൃദയ കമലങ്ങളിലുള്ള ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ടായി. എന്നാൽ കലിയുഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ കഴിവ് മനുഷ്യന് ഹൃദയത്തിൽ നിന്നും പരമാത്മരൂപേണ ഭഗവാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ശ്രീല വ്യാസദേവർ ഈ ദിവ്യമായ അറിവ് അതുവരെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒറ്റ പ്രാവശ്യം കേട്ട ഉടൻ തന്നെ ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് മനുഷ്യന് ഉണ്ടായിരുന്നത് കൊണ്ട് എഴുതി വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശാസ്ത്രങ്ങളെല്ലാം. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? കലിയിൽ ജനിക്കുന്ന ആൾക്കാർക്ക് സ്മരണ, ഓർമ്മശക്തി, അതേപോലെ ഓർത്തെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ വളരെ കുറഞ്ഞു പോയി ഭാഗ്യഹീനരായി മാറും എന്ന് മനസ്സിലാക്കിയ വ്യാസദേവൻ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ ദിവ്യമായ വേദിക് അറിവ് എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ എഴുതി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം ആദ്യം വേദങ്ങളെല്ലാം എഴുതി ഉണ്ടാക്കി, പിന്നെ ഉപനിഷത്തുകൾ എഴുതി പിടിപ്പിച്ചു, പിന്നെ പുരാണങ്ങളിൽ 15 പുരാണങ്ങളും എഴുതി പിടിപ്പിച്ചിട്ട് കൂടി അദ്ദേഹം ഹാപ്പി ആയിരുന്നു, അത് ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ എന്താണ് അതിന് കാരണം എന്ന് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ നാരദ മഹർഷി അവിടെ എത്തുകയും അദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പുനർവിചിന്തനത്തിന് അവസരം നൽകുകയും ചെയ്യപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ശ്രീ നാരദർ ചോദിച്ചു, താങ്കൾ ഇത്രയും നല്ലൊരു കാര്യമാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തത്, ശരിയാണെന്ന് പറഞ്ഞു. അത് തന്നെ വ്യാസദേവനും പറഞ്ഞു, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അല്ല ഞാൻ ഇത്രയും നേരം അധ്വാനിച്ചത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. കാരണം ഈ വേദിക ശാസ്ത്രം മനുഷ്യർക്ക് ഗുണമായി വരാൻ വേണ്ടി നെക്സ്റ്റ് ജനറേഷൻ, ഈവൻ കലിയുഗത്തിൽ പോലും ഗുണമായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ ഇന്ദ്രിയ സംതൃപ്തി ഒന്നും ചെയ്യാതെ ലോക നന്മയ്ക്ക് വേണ്ടി പാടുപെട്ടത്. അപ്പോ എന്നിട്ട് കൂടി ലോക നന്മ എന്നുള്ള കാര്യത്തിനെ മുൻനിർത്തി ഒരു സേവനം അനുഷ്ഠിച്ചിട്ട് കൂടി എനിക്ക് സന്തോഷം കിട്ടുന്നില്ലല്ലോ, എന്താണ് അതിന് കാരണം എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയും ഭഗവാനോട് ചോദിക്കുകയും ഭഗവാന്റെ അറേഞ്ച്മെന്റോട് കൂടി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരു ആവിർഭവിക്കുകയും ചെയ്യപ്പെടുകയും അതേ ചോദ്യം അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഗുരുനാഥൻ വ്യക്തമായി പറഞ്ഞു അതിനെന്താണ് കാരണം, ആ സംതൃപ്തി കുറവിനുള്ള കാരണം എന്താണെന്ന് അവിടെ പറയുകയുണ്ടായി. എന്താണ് ആ സംതൃപ്തിക്ക് കുറയുന്നതിന്റെ കാരണം? അത് വളരെ വ്യക്തമായി നാരദ മഹർഷി പറയുകയാണ്. ഒരു പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുമ്പോൾ അതിന് 4 കാര്യങ്ങൾ ഒത്തുവരണം. അപ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം സക്സസ് ആവുന്നത്. അത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷമാണ്. അപ്പൊ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം, അർത്ഥം നമ്മൾ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, പണത്തിന്റെ സഹായത്തോടു കൂടി ധർമ്മത്തിന്റെ ബേസിൽ ഉണ്ടാക്കുന്ന അർത്ഥത്തിനെ വച്ച് വിധിപൂർവമായ ആഗ്രഹ സംതൃപ്തി അടഞ്ഞ് മോക്ഷത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഇതാണ് ഒരു 4 സ്റ്റെപ്പുകൾ പുരുഷാർത്ഥം എന്ന് പറയും. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. എന്നാല്
അങ്ങ് പടിപടിയായി ധർമ്മം എന്തെന്നും എങ്ങനെ അർത്ഥം സമ്പാദിക്കണമെന്നും എങ്ങനെ ആഗ്രഹ സംതൃപ്തി വരുത്തണം എന്നൊക്കെ താങ്കൾ എഴുതി വന്നപ്പോൾ മോക്ഷമാർഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വിശാലമായി ശാസ്ത്രങ്ങൾ എഴുതിപ്പോയി. അതുകൊണ്ട് അവസാന നിമിഷം മോക്ഷമാർഗം എത്തിയപ്പോഴത്തേക്ക് അതിനെ ചുരുക്കിക്കളഞ്ഞു. അങ്ങനെ ചുരുക്കിയത് കൊണ്ട് ധർമ്മ അർത്ഥ കാമം എത്തിയാൽ കൂടി ഒരു മനുഷ്യനും സംതൃപ്തി പൂർണ്ണമായി കിട്ടത്തില്ല. കാരണം അവർ മോക്ഷമാർഗത്തിലെത്തിയാൽ മാത്രമേ അവർക്ക് പരിപൂർണ സംതൃപ്തി കിട്ടത്തുള്ളൂ. ആ പരിപൂർണ സംതൃപ്തി കിട്ടുന്ന 4ാമത്തെ സ്റ്റേജിനെ അങ്ങ് ചുരുക്കിയത് കൊണ്ടാണ് അങ്ങേക്ക് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തിട്ട് കൂടി സംതൃപ്തി കിട്ടാത്തത് എന്ന് കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തു. നമുക്ക് അസുഖമാണെങ്കിലും നമ്മൾ ഡോക്ടറിന്റെ അടുത്തല്ലേ പോയി നമ്മളെ ചികിത്സിക്കുന്നത്. എന്റെ ശരീരം ഞാൻ നോക്കും എന്ന് നമ്മൾ പറയാറില്ലല്ലോ. നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി സഹായം അഭ്യർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. എന്റെ ശരീരമാണെങ്കിലും അങ്ങ് ശരീര വിഷയങ്ങളിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് അങ്ങ് എന്റെ ശരീരം പരിശോധിച്ചിട്ട് എനിക്ക് എന്ത് മരുന്നാണ് വേണ്ടത് എന്ന് പറഞ്ഞാലും എന്നാണല്ലോ നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പറയാതെ പറയുന്നത്. എന്നതുപോലെ സ്പിരിച്വൽ കാര്യങ്ങൾക്കും മാനസിക ഊഹാപോഹത്തിനും ശരിക്കുമുള്ള ഒരു സ്പിരിച്വൽ സയൻസിന്റെ ശരിയായ പ്രാക്ടീസിനും വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ഗുരുനാഥന്റെ, ആധ്യാത്മിക ഗുരുനാഥന്റെ കൺസൾട്ടേഷൻ നമ്മൾ എടുക്കേണ്ടതാണ് എന്നാണ്. ഈവൻ ഒരു ശക്തിവേഷ അവതാരം ആയിരുന്നിട്ട് കൂടി വ്യാസദേവൻ അദ്ദേഹത്തിന്റെ ആചരണം കൊണ്ട് നമ്മളെ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമ്മളെ പഠിപ്പിച്ചു നൽകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, മാനസിക ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സ്വയം നമ്മൾ ചികിത്സിക്കാൻ പാടില്ല. നമ്മളൊരു യോഗ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ അണ്ടറിലാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്ന് വ്യാസദേവൻ 1ാമത്തെ വിഷയത്തിൽ ആചരിച്ച് കാണിച്ചു തരും. 1. 2ാമത്തെ വിഷയം ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ് ഒരു മനുഷ്യന്റെ പരിപൂർണ സംതൃപ്തിക്കും സക്സസിനുമുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് എങ്കിൽ കൂടിയും ആരാണോ മോക്ഷമാർഗത്തിൽ വന്നില്ല എങ്കിൽ അവർ ഒരിക്കലും സംതൃപ്തരാവത്തില്ല എന്നും കൂടി ഈ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം നമ്മളെ ബോധിപ്പിക്കും. ഇന്നത്തെ ഭൗതിക ലോകത്തിൽ, പ്രത്യേകിച്ചും കലിയുഗത്തിൽ, ആൾക്കാരെല്ലാം ധർമ്മത്തിനെ പോലും വെടിഞ്ഞ് അർത്ഥ സമ്പാദനത്തിനും കാമസംതൃപ്തിക്കും വേണ്ടി ഓടി നടക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ധർമ്മത്തിന്റെ ബേസിലുള്ള അർത്ഥം മാത്രമേ സമ്പാദിക്കാവെന്നും ആ സമ്പാദിച്ച സമ്പത്ത് കാമങ്ങൾ വിധിപൂർവമായ ശരിയായ കാമസംതൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും അതിലൂടെ നമ്മൾ അവിടെ സ്റ്റക്കായി പോകാതെ നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും മോശമാർഗത്തിനും വ്യക്തമായ പരിശീലനം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുമാണ് എന്നുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഈ ലോകത്തിൽ ആൾക്കാര് ഈ 3 കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവാക്കും. ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ഭാര്യാധർമ്മം, പത്രധർമ്മം, പുത്രധർമ്മം, പ്രജാധർമ്മം, ടീച്ചറിന്റെ ധർമ്മം, സ്റ്റുഡന്റിന്റെ ധർമ്മം, ബോസിന്റെ ധർമ്മം, ഒരു സ്റ്റാഫിന്റെ ധർമ്മം എന്നിങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്. അതേപോലെ തന്നെ ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയും നമ്മൾ കുറച്ച് ചാരിറ്റി ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടി സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ കെട്ടുന്ന കാര്യത്തിന് വേണ്ടി സഹായങ്ങളും ഒക്കെ ശരീരമായിട്ടും സമ്പത്തായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ധർമ്മത്തിന്റെ കാര്യങ്ങളാണ്. എന്നാൽ അർത്ഥത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യയുഗത്തിലും ബ്രാഹ്മണന്മാർക്കാണ് പ്രാധാന്യം കൂടുതലെങ്കിൽ ത്രേതായുഗത്തില് ക്ഷത്രിയർക്കാണെങ്കിൽ, ദ്വാപരയുഗത്തിൽ കലിയുഗത്തിലും വൈശ്യന്മാർക്കും ശൂദ്രന്മാർക്കുമാണ് പ്രധാനം. പ്രത്യേകിച്ചും കലിയുഗത്തിൽ ശൂദ്രന്മാർക്കാണ് പ്രധാനം. ഇൻകിലാബ് സിന്ദാബാദ്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നത് പറയും പോലെ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ശൂദ്രന്മാർക്കും, ശക്തി കൂടുതൽ ശൂദ്രന്മാർക്കും. അതുപോലെ കുറച്ചുകൂടി ശക്തി അല്പം കുറവാണെങ്കിലും ഈ ലോകം ഭരിക്കുന്നത് വൈശ്യന്മാർക്കുമാണ്. വൈശ്യന്മാരെന്ന് പറയുമ്പോൾ അവർ പണസമ്പാദനത്തിന്റെ പുറകെ ഓടുന്ന ആൾക്കാർ. അപ്പോ ഈ ഒരു കലിയുഗത്തിൽ പ്രത്യേകിച്ചും ആൾക്കാര് സമ്പത്ത് എങ്ങനെയും നേടാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ പുറകെ ആയതുകൊണ്ട് ഈവൻ ധർമ്മം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി കാമത്തിന്റെ കാര്യം, പണം സമ്പാദിക്കുക, നേരായ രീതിയിൽ അല്ലെങ്കിൽ കൂടിയുമുള്ള വ്യത്യസ്ത കാമങ്ങൾ അനുഭവിക്കുക, ഈ 2 കാര്യത്തിന് വേണ്ടി മാത്രമായി അവർ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ആദ്യത്തെ ധർമ്മവും വെടിഞ്ഞിരിക്കുന്നു, മോക്ഷത്തിനെ കുറിച്ച് ചിന്തയേ ഇല്ല എന്നിങ്ങനെ രീതിയിലായിരിക്കും. പക്ഷേ
ശ്രീമദ് ഭാഗവതം പറയുന്നത് ഈ ലോക നന്മയ്ക്ക് വേണ്ടി ഓടിയാൽ കൂടി ഒരിക്കലും സംതൃപ്തി കിട്ടത്തില്ല. അപ്പൊ ഈ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ഓടിയാൽ സംതൃപ്തി കിട്ടുമോ? അത് എന്തായാലും ഇല്ല. അപ്പൊ മനസ്സംതൃപ്തിയും ശാരീരിക സംതൃപ്തിയും മാത്രം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ആത്യന്തികമായ സുഖവും സന്തോഷവും കിട്ടത്തില്ല. പകരം അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാകും. അവർ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവർ ദുഃഖിതരായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു ചെറിയ ഒരു ക്ലൂ ആണ് വ്യാസദേവൻ ഇവിടെ ശ്രീമദ് ഭാഗവതം രചിക്കുന്നതിന് മുമ്പുള്ള അത്രയും സ്ക്രിപ്ചേഴ്സ് രചിച്ചിട്ട് കൂടി അത് ലോക നന്മയ്ക്ക് വേണ്ടി ആയിരുന്നിട്ട് കൂടി ധർമ്മമാണ് അദ്ദേഹം ലോക നന്മയുടെ ധർമ്മമാണ് അനുഷ്ഠിച്ചത് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി മാറ്റിവെച്ചിട്ടാണ് ലോക സംതൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ കൂടിയും അത് ഹാപ്പി ആയിരുന്നു. അപ്പോൾ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി പോകുന്ന ആൾക്കാർ ഒരിക്കലും ഹാപ്പി ആവുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു സമയം കഴിയുമ്പോൾ അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവരാണ് ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അവർ പോലും ഹാപ്പി ആകൂല എന്നാണ് ഭാഗവതം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കാരണം ധർമ്മ അർത്ഥ കാമം വരെ എത്തിയാൽ കൂടി മോശമാർഗത്തിൽ എത്താത്ത പക്ഷം നമുക്ക് ഏതോ ഒരു മിസ്സിംഗ് ലിങ്ക്, ജീവിതത്തിന്റെ പരിപൂർണതയ്ക്ക് എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് വേദവ്യാസന്റെ ഈ ഒരു മാനസികാവസ്ഥ കാണിക്കുന്നത്. അവിടെ ശരിയായ ആധ്യാത്മിക ഗുരു, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ നാരദ മുനി പറഞ്ഞത് സർവ ഔഷധി, സർവരോഗ ഔഷധി, സർവ കാല ഔഷധി, അതേപോലെ തന്നെ സർവ ആശ്രമത്തിൽ ഇരിക്കുന്നവർക്കും, അതായത് സർവാശ്രമം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമത്തിൽ ഉള്ളവർക്കാണെങ്കിൽ കൂടിയും അവർക്ക് ഒറ്റ ഔഷധമാണ് ഉള്ളത്, എല്ലാവർക്കും കൂടെ ചേർത്ത് ഒറ്റ ഔഷധം. അതേപോലെ തന്നെ മറ്റുള്ള വർണ്ണം, അതായത് ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് സർവ്വ ഔഷധി, ഒറ്റ മൂലി ഉള്ളൂ. എന്താണ് ആ ഒറ്റമൂലി? അത് കൃഷ്ണ കീർത്തനം, കൃഷ്ണ ശ്രവണം. അതായത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് കേൾക്കാത്ത പക്ഷം, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ കീർത്തിക്കാത്ത പക്ഷം, ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്യാത്ത പക്ഷം നമുക്ക് എപ്പോഴും ഒരു പരിപൂർണതയ്ക്ക് എത്തുന്നതിനുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് നമ്മൾ ഫീൽ ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് ഈ വേദവ്യാസന്റെ ഈ ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൂടി ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നതായി കാണപ്പെടുന്നതിന് കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ഗണ്യമായ ഒരു സമയം നമ്മൾ ധർമ്മ അർത്ഥ കാമത്തിന് വേണ്ടി ചെലവാക്കുക. എന്നാൽ മോശമാർഗത്തിൽ എത്താത്തിടത്തോളം കാലം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളത് ഇവിടത്തെ ഈ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ അധ്യായങ്ങളിൽ ശ്രീ വ്യാസദേവന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ വേദവ്യാസനോട് നാരദ മഹർഷി പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാലം ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് അങ്ങനെ ചെലവാക്കാനുള്ള സമയമില്ല. നേരിട്ട് മോശമാർഗത്തിന്റെ കാര്യത്തിലേക്ക് ഇറങ്ങിക്കോളൂ. സർവ്വ ഔഷധിയെ കയ്യിലെടുത്തോളൂ, ഒറ്റ മൂലിയെ കൈവശം എടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി വേറെ ധർമ്മത്തിന്റെ അർത്ഥത്തിന്റെ കാമത്തിന്റെ കാര്യത്തിനെ കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നാച്ചുറലി നമ്മൾ കോടാനുകോടി ജന്മങ്ങളോളം നാച്ചുറലി ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു എഫോർട്ട് ഇല്ലാതെ തന്നെ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പാപം ചെയ്ത ആത്മാവ് വീണ്ടും പാപം ചെയ്യും എന്ന് പറയും പോലെ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്തോളും. എന്നാൽ ശ്രദ്ധ വേണ്ടതും കോൺസെൻട്രേഷൻ വേണ്ടതും എഫോർട്ട് വേണ്ടതും ഉത്തരാത്മനാത്മാനം, സ്വയം ഉദ്ധരിച്ചു വരാൻ വേണ്ടി എഫോർട്ട് ഇടേണ്ടതും ശ്രീകൃഷ്ണ സങ്കീർത്തനം, ശ്രീകൃഷ്ണ സന്ദേശം, ശ്രീകൃഷ്ണ ചർച്ചകൾ എടുക്കാൻ വേണ്ടിയാണ് എഫോർട്ട് ഇടേണ്ടത്. അതുകൊണ്ട് ഇനി ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് എടുത്തോ, തുടങ്ങിക്കോ പരിപാടി. ശ്രീകൃഷ്ണനെ കുറിച്ച് മാത്രം പറയൂ, ശ്രീകൃഷ്ണ ചരിതങ്ങൾ മാത്രം എഴുതൂ, ശ്രീകൃഷ്ണ ചരിതങ്ങൾ മാത്രം ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞ് ആ മിസ്സിംഗ് ലിങ്കിനെ റീകണക്ട് ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യനെ ഉയർത്തുന്ന ധർമ്മമാണ് ഇവിടെ നാരദ മഹർഷി ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യാസദേവനെ പോലെ നമ്മളും ധർമ്മ അർത്ഥ കാമങ്ങളിൽ കൂടുതൽ വ്യാപരിതരാണ്. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സിദ്ധരാമയ്യ മഹാസുദർശൻ ചക്രം കി ജയ്. അപ്പൊ നമ്മളും നാച്ചുറലി വേദവ്യാസനെ പോലെ ധർമാർത്ഥ കാമ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
ഒരു എക്സാമിനേഷന് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുണ്ട് എങ്കിലും എക്സാമിനേഷൻ തന്നിരിക്കുന്ന 2 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ എഴുതിയുള്ളൂ. അത് അല്പം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യന് 10 മാർക്ക് വരെ കിട്ടുന്ന രീതിയിൽ നീട്ടി എഴുതിപ്പോയി. അതുകൊണ്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ സമയം കിട്ടാതായി പോയി എങ്കിൽ ആ എക്സാം എഴുതി ഇറങ്ങുന്ന ആ ആള് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? ഒരിക്കലുമല്ല. എന്നതുപോലെ മനുഷ്യ ജീവിതത്തിൽ പരിപൂർണതയിൽ എത്താൻ 4 സ്റ്റെപ്പിൽ 4ാമത്തെ സ്റ്റെപ്പ് മിസ്സായി പോയാൽ ഒരിക്കലും നമ്മൾ ഹാപ്പി ആകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ ധർമ്മ അർത്ഥ കാമത്തിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അത് സ്വാഭാവികമായും കോടാനുകോടി ജനന മരണ ചക്രത്തിന്റെ ഇടയില് നമ്മൾ അത് തന്നെ വീണ്ടും 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 ചെയ്ത് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് ജന്മം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം മോശമാർഗത്തിൽ ഒരു കാലത്തും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എന്നും ഈ 3 കാര്യം ചർവിത ചർവണാനാം എന്ന് പറഞ്ഞ് ധർമ്മർത്ഥ കാമം തന്നെ മാത്രം ചെയ്തുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് പുനർജന്മം കിട്ടുന്നത്. അപ്പൊ പുനർജന്മത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള 4ാമത്തെ സ്റ്റെപ്പായ ധർമ്മം ഒരു കാലത്തും നമ്മൾ അനുഷ്ഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കാലത്തും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ആ ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും 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 പുനർജന്മം എടുക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന അടുത്ത ഒരു സ്റ്റേജ്. ഈ ജന്മത്തിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടി. ഈ ജന്മത്തിൽ മാത്രമേ 84 ലക്ഷം ജീവശരീരത്തിൽ ഭഗവാനെ കുറിച്ചുള്ള മോശമാർഗത്തിനെ കുറിച്ച് പഠിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും പറ്റത്തുള്ളൂ. ഈ ജന്മവും നമ്മൾ വേസ്റ്റ് ആക്കുകയാണെങ്കിൽ ധർമ്മ അർത്ഥ കാമം മാത്രമേ ചെയ്യാൻ പറ്റുന്ന മറ്റ് വിവിധതരം ജീവശരീരത്തിലേക്ക് നമ്മൾ വീണ്ടും താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറലി നമ്മൾ എഫോർട്ടൊന്നും ഇല്ലാതെ ധർമ്മ കാമത്തിന്റെ പുറകെ ഓടിക്കോളും എന്ന് പറയാൻ കാരണം ജനിച്ചു വീഴുന്ന ഒരു മൃഗം, ശ്രദ്ധിക്കൂ, ജനിച്ചു വീഴുന്ന ഒരു മൃഗം നാച്ചുറലായി അമ്മയുടെ പാല് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കവ്വി കുടിക്കുന്ന ഒരു പരിപാടി ആ കുട്ടിക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നാച്ചുറലി അത് പിറന്നു വീണ ഉടൻ തന്നെ അതിന് വിശക്കാൻ തുടങ്ങിയപ്പോ ആ മൃഗം ഏത് മൃഗമായിക്കോട്ടെ അമ്മയുടെ അടുത്ത് പോയി പാല് കുടിക്കാൻ കവ്വി കുടിക്കാൻ വച്ച് ഇങ്ങനെ കവ്വി കുടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇത് ആരാണ് ആ കുട്ടിയെ പഠിപ്പിച്ചത്? ആ മൃഗക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുട്ടിയെ ആരാണ് പഠിപ്പിച്ചത്? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ജന്മത്തിൽ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാച്ചുറലി നെക്സ്റ്റ് ശരീരത്തിൽ അത് വന്നിട്ട് കൂടി അതേ ശീലം അത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കോടിക്കണക്കിന് ജന്മം ധർമ്മർത്ഥ കാമമാശം മാത്രം ചെയ്തിട്ട് കൂടി നമ്മൾ പരിപൂർണതയിൽ എത്താത്തത് കൊണ്ടാണ് മറ്റൊരു ശരീരം തന്നെ കിട്ടുന്നത്. കോടിക്കണക്കിന് ജനനമരണ ചക്രത്തിന് പുറത്തു പോകണമെങ്കിൽ മിസ്സിംഗ് ലിങ്കായ മോശമാർഗത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ട് നമ്മൾ കേൾക്കണം, അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളിൽ പങ്കെടുക്കണം, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം, അതിനെക്കുറിച്ച് ആധികാരികമായ സോഴ്സിൽ നിന്നും എക്സ്പ്ലനേഷൻ കേൾക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സ്വയമേ മനസ്സിലാക്കി റിയലൈസേഷനിലേക്ക് നമ്മൾ എന്ന് എത്തുന്നുവോ അന്ന് മാത്രമായിരിക്കും നമ്മുടെ ബോധമണ്ഡലം ധർമ്മത്തിനെ മാറ്റിവെച്ച്, അർത്ഥത്തിനെ മാറ്റിവെച്ച്, കാമങ്ങളെല്ലാം മാറ്റിവെച്ച് മോശമാർഗത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആ കോൺഷ്യസ്നെസിന്റെ പേരാണ് കൃഷ്ണ കോൺഷ്യസ്നെസ്, കൃഷ്ണ അവബോധം എന്നാണ് പറയുന്നത്. ഈ കൃഷ്ണാവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം. ബാക്കി സർവ ജീവശരീരങ്ങളിൽ നമ്മൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു കോൺഷ്യസ്നെസ് ഒഴിച്ച് ധർമ്മ അർത്ഥ കാമ കോൺഷ്യസിലേക്ക് നാച്ചുറലി നമ്മൾ എത്തപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ജനിച്ചു വീഴുന്ന ഒരു മൃഗം സ്വാഭാവികമായിട്ടും ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ അത് വച്ച് കുടിക്കുന്നത്, ആരും പറയാതെ തന്നെ ചെയ്യുന്നത്. കോടിക്കണക്കിന് ജന്മം അത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ്. ധർമ്മ അർത്ഥ കാമം കോടിക്കണക്കിന് ജന്മം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് മോശമാർഗത്തിനെ കുറിച്ചാണ്. ഈ മോശമാർഗത്തിനെ കുറിച്ച് ശ്രീ വ്യാസദേവ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ ചുരുക്കി കളഞ്ഞല്ലോ. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ചെയ്തെങ്കിൽ കൂടിയും
അത് എലാബറേറ്റ് ചെയ്യേണ്ട വിഷയത്തിന് ഏറ്റവും ഷോർട്ടായിട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് പറയേണ്ട കാര്യത്തിന് വലുതായും പ്രഖ്യാപിച്ചിരിക്കുന്നു. എസ് എക്ക് 20 മാർക്ക്, എന്നാൽ അങ്ങ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ആൻസർ ചെയ്തിരിക്കുന്നു. എന്നാൽ വൺ വേർഡ് ക്വസ്റ്റ്യന്റെ ചോദ്യത്തിന് ഒരു എസ് എ പോലെ ഉത്തരവ് എഴുതിയിരിക്കുന്നു അല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വ്യാസദേവന് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ശരി, അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ ശ്രീകൃഷ്ണ ചരിതത്തിനെ കുറിച്ച് മാത്രം ഞാൻ എഴുതാൻ അങ്ങയുടെ ബ്ലെസ്സിങ്സോട് കൂടി ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് വ്യാസദേവന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തിയതിനു ശേഷം ഏറ്റവും അവസാനമായി എഴുതിയ മനോഹരമായ വേദസാഹിത്യ ഗ്രന്ഥമാണ് അമലപുരാണം, ശ്രീമദ് ഭാഗവതം. അതിനകത്ത് ഒരു മലവും ടച്ച് ചെയ്തിട്ടില്ല, ഒരു മാലിന്യവും ടച്ച് ചെയ്തിട്ടില്ല, ഒരു ഭൗതികമായ സ്പർശനവും അതിനകത്ത് ഏറ്റിട്ടില്ല. അതുകൊണ്ടാണ് അമലപുരാണം എന്നത് പറയുന്നത്. അവിടെ മോക്ഷമാർഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ സർവധർമ്മവും പരിത്യജിക്കാനാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതുവരെ ഉള്ള സകലമാന പദവികളും സമ്പത്തുകളും എല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും, ഭൗതികമായ ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തിയിട്ട് പരിപൂർണമായും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദകമലങ്ങളിൽ എങ്ങനെ ആത്മസമർപ്പണം, സ്വയമേ സമർപ്പണം ചെയ്യാം എന്നുള്ള വിദ്യയെ കുറിച്ചാണ്, ആ ടെക്നിക്കിനെ കുറിച്ചാണ്, ആ സീക്രട്ടിനെ കുറിച്ചാണ്, ജനനമരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരേണ്ട വിദ്യയെ കുറിച്ചാണ് ഈ 14 ലോകവും താണ്ടി ആധ്യാത്മിക ലോകത്തിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചരിതത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ആരാണോ കയ്യിലെടുക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് കേൾക്കുന്നത്, ആരാണോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അവരെല്ലാം മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥ എന്തച്ച മാം നിത്യം തുഷ്യന്തി ചാരമന്തിച്ച. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും ഭഗവാന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. ഭഗവാനെ കുറിച്ചുള്ള സേവനങ്ങളിൽ ഏർപ്പെട്ട്, ചർച്ചകളിൽ ഏർപ്പെട്ട് പരസ്പരം അവർ ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. അപ്പൊ ഈ ആനന്ദവും സംതൃപ്തിയുമാണ് വ്യാസദേവന് നഷ്ടപ്പെട്ടു പോയത്. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, എങ്കിലും ഹാപ്പി അല്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ മാറ്റി നിർത്തിയുള്ള ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള എന്ത് പ്രവർത്തനം ചെയ്താലും, എന്ത് ചാരിറ്റി ചെയ്താലും, എത്ര ഹോസ്പിറ്റൽ കെട്ടിയാലും, എത്രയോ പേരെ സാമ്പത്തികമായി സഹായിച്ചാലും നമ്മൾ ഹാപ്പി ആവത്തില്ല എന്ന് മനസ്സിലാക്കും. കാരണം അത് വ്യാസദേവൻ ചെയ്തു കഴിഞ്ഞു, എന്നിട്ട് ഹാപ്പി ആയി. എപ്പോഴാണ് നമ്മൾ ഹാപ്പി, ആനന്ദവും സംതൃപ്തിയും അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോക്ഷമാർഗത്തിൽ നമ്മൾ എത്തുമ്പോഴാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ ചരിതങ്ങളെ കുറിച്ച് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹത്തിലേക്കുള്ള നമ്മുടെ പ്രേമഭക്തി ഉയർത്താൻ വേണ്ടിയുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും ഭക്തിയുക്ത ഭഗവത് സേവനം ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് പരിപൂർണ സംതൃപ്തി കിട്ടത്തുള്ളൂ എന്നാണ് വ്യാസദേവന്റെ മെച്യൂരിറ്റിയിൽ എഴുതിയ ശ്രീമദ് ഭാഗവതം എഴുതിയപ്പോൾ പരിപൂർണ സംതൃപ്തി എത്തിയ വ്യാസദേവൻ നമ്മളോട് ആചരിച്ച് കാണിച്ചു തരും. ഹരേ കൃഷ്ണ. സമയമായി. ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണക്റ്റഡ് ശ്ലോകങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റും. അതിൽ ഒന്ന് ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധം 16-ാമത്തെ അധ്യായം 41-ാമത്തെ ശ്ലോകം ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം 66-ാമത്തെ ശ്ലോകം ഈ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം. ശ്രീമദ് ഭാഗവതം 6-ാമത്തെ കാൻഡോ 3-ാം അധ്യായം 19-ാം ശ്ലോകം നമുക്ക് ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ശ്ലോകമാണ്. ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ 19-ൽ 167 ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന മനോഹരമായ ശ്ലോകങ്ങളാണ്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതം 1:1:3 അടുത്ത ശ്ലോകവും ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന മനോഹരമായ ശ്ലോകമാണ്. അപ്പൊ അതില് ശ്രീമദ് ഭാഗവതം 6:16-41 ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 6:16-41.
ശ്രീമദ് ഭാഗവതം 6:16-41 ശ്ലോകം ഇതാണ്. വിഷമമതിർന്ന യാത്ര യത്ര നൃണാം ത്വമാഹമീതി മമ തവേതി ചായതന്യത്ര വിഷാമദീയാ രജിയോയാഹ സഹ്യ വിശുദ്ധ ശയിഷ്ണുരധർമാ ബഹുലഃ എന്നുള്ള ഈ ശ്ലോകത്തിൽ വിവർത്തനം പറയുന്നത് ഇങ്ങനെയാണ്. ഭാഗവത ധർമ്മം ഒഴികെയുള്ള എല്ലാ ധാർമ്മിക സമ്പ്രദായങ്ങളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞവയും ഫലേച്ഛാ കർമ്മങ്ങളുടെ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്നവയും നീയും ഞാനും നിന്റേതും എന്റേതും എന്നിങ്ങനെ വിവേചനങ്ങൾ ഉള്ളവയുമാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ അനുഗാമികൾക്ക് അത്തരം അവബോധം ഇല്ല. അവർ കൃഷ്ണാവബോധം ഉള്ളവരാണ്. അവർ കൃഷ്ണന്റേതും കൃഷ്ണൻ അവരുടേതുമാണെന്ന് ചിന്തിക്കുന്നവരാണ്. ശത്രുക്കളെ കൊല്ലുന്നതിനെ കുറിച്ചും നിഗൂഢ ശക്തികൾ സ്വായത്തമാക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്ന അധമ്മ ധാർമ്മിക സമ്പ്രദായങ്ങൾ ഉണ്ട്. ആസക്തിയും ദോഷവും നിറഞ്ഞ അത്തരം സമ്പ്രദായങ്ങൾ അവിശുദ്ധവും താൽക്കാലികങ്ങളുമാണ്. അവ അസൂയാകുലിശങ്ങളാകയാൽ അധാർമികങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞ് മറ്റു പല ശാസ്ത്രങ്ങളെയും ഭാഗവതത്തിൽ തന്നെ തള്ളി പറഞ്ഞിരിക്കുക. അപ്പൊ ഭാഗവതം എന്നുള്ളത് മറ്റുള്ള ധർമ്മത്തിനേക്കാളും ശ്രേഷ്ഠം എന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നീയും ഞാനും എന്നോ നിന്റേതും എന്റേതുമെന്നോ ഉള്ള വിവേചനം ഇല്ലാത്തത് കൊണ്ടും അത് എല്ലാവർക്കും ഉള്ള ഒരു ശാസ്ത്രമായതുകൊണ്ടും അസൂയയും കുശുമ്പും നിറഞ്ഞ ആൾക്കാർക്കുള്ളത് അല്ലാത്തതും സർവ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നതുമായതുകൊണ്ടാണ് എന്ന് ഭാഗവതത്തിന്റെ മഹിമയെ ഭാഗവതത്തിൽ തന്നെ വർണ്ണിച്ചു. അപ്പൊ ഈ മനോഹരമായ ഈ ശ്ലോകത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ ഒരുപാട് ഭക്തന്മാര് വളരെ ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി ഈ ശ്ലോകം പഠിക്കാൻ വേണ്ടി ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഭഗവാന്റെ കൃപയാൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭക്തന്മാര് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യപ്പെടുക ആണെങ്കിൽ തന്നെ ഓരോ ശ്ലോകത്തിനും ഒരുപാട് സമയമെടുത്ത് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു ലോകത്താണ് ഭഗവാൻ ഇപ്പൊ നമുക്ക് ജീവിതം തന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എടുത്ത് ആസ്വദിച്ച് ചർച്ച ചെയ്ത് പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവർക്കും ശ്രീകൃഷ്ണ സങ്കീർത്തനം ചെയ്യാനും ശ്രീകൃഷ്ണ ഗ്ലോറി ചെയ്യാനും സർവേശ്വരൻ അനുഗ്രഹം തരട്ടെ. അതിന് നമ്മുടെ ഗുരു പരമ്പര നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് പറയാം. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രഭു പ്രണാം. വളരെ നല്ല ക്ലാസ് ബ്രോ, വളരെ നല്ല ക്ലാസ്. പ്രഭു പെട്ടെന്ന് എടുത്തിട്ട് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു രക്ഷയില്ല. നല്ല ക്ലാസ് ബ്രോ. കൃഷ്ണ കൃപ ഗുരു പരമ്പരയുടെ അനുഗ്രഹം മാത്രം പ്രഭു. കാരണം ഗുരുമാരാന്റെ ബ്ലെസ്സിങ്സ്. താങ്ക്സ് ബ്രോ, താങ്ക്സ് ബ്രോ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ജഗന്നാഥ ദർശനം നമുക്ക് ചെയ്യാം. ഭഗവാൻ ജഗന്നാഥന്റെ ദർശനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് അവസാനിക്കും. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവദ്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. ഗൗരവ ദർശനത്തിന് വെയിറ്റ് ചെയ്യുക ഭക്തന്മാർ, പ്ലീസ്. കാണാമോ? കാണുന്നില്ല. കാണുന്നില്ല. ഇത് ഓഫ് ചെയ്യോ. ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. श्री श्री जगन्नाथ बलदेव सुभद्रा माई जी की जय. जय जगन्नाथ, जय सुभद्रा, जय बलराम. श्री श्री गौरदास जय.
श्री नरसिंहदेव भगवान की जय, तुलसी महारानी की जय, श्री श्री पंचतत्वा की जय, श्री षड गोस्वामी प्रभु, श्री श्री ब्रह्म मध्व गौड़ीय वैष्णव गिरि परम्परा, श्रीला प्रभुपाद की जय। श्रीला प्रभुपाद की जय। हरे कृष्ण। ओके।